നമ്മുടെ ലിസാനിലെ മൂന്നാമത്തെ പാഠം അദ്ദർസു സാലിസ്. മൂന്നാമത്തെ പാഠം സജദന ശുക്രൻ ലില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് ആദര സൂചകമായിട്ട് ഞങ്ങൾ സുജൂദ് ചെയ്തു. അപ്പം അള്ളാഹുവിന് നന്ദി ഉണ്ടായത് കാരണത്താലില്ലേ നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പ്രവൃത്തി ചെയ്യണതിൻ്റെ കാരണം വിശദീകരിക്കുക. എന്ത് കാരണത്താലാണ് ആ കാര്യം ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ആ കാര്യം ചെയ്തത് എന്ന രൂപത്തിൽ അതിൻ്റെ കാരണം, ഒരു പ്രവൃത്തിയുടെ കാരണം കൂടി വിശദീകരിക്കുന്ന രൂപത്തിൽ ഉള്ള ചില മഫ്ഊലുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. എന്താണ് പറയുക, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പാഠത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ജാ അൽ ഉസ്താദു ഫഖുംന ഇജ്ലാൽ ലഹു. ഉസ്താദ് വന്നു, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഉസ്താദിനോടുള്ള ആദര സൂചകമായി ഞങ്ങൾ എന്ത് ചെയ്തു, എഴുന്നേറ്റ് നിന്നു. സുമ്മ ഖറജ്നയിൽ ബൈത്തി സോഹിബിന ലി അയാദത്തിഹി കേട്ടോ. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അവനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അയ്യാദത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക കേട്ടോ, ലോക സന്ദർശനം ഉണ്ടല്ലോ, അതിനാണ് അയ്യാദത്ത് എന്ന് പറയാം. വദഅൽ ഉസ്താദു റഗ്ബത്തൻ ഫി ശിഫായി. വദഅൽ ഉസ്താദു, ഉസ്താദ് ദുആ ചെയ്തു, റഗ്ബത്തൻ ഫി ശിഫായി, എന്തിനു വേണ്ടി, അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി എന്ത് ചെയ്തു, അതിനെ ആഗ്രഹിച്ചുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്തു. സുമ്മ ഖറജ്ന ഫനസലൽ മത്തറു ഫനസർന ശംസിയ. പിന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ഫനസലൽ മത്തറു, അപ്പോൾ മഴ പെയ്തു. അപ്പം എന്ത് ചെയ്തു, ഫനസർന ശംസിയ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മഴ നനയും. ഖൗഫൻ മിനൽ ബലൽ കേട്ടോ, മഴ നനയും എന്ന കാരണത്താൽ, എന്ന് ഭയത്താൽ ഞങ്ങൾ എന്ത് ചെയ്തു, കൂട നിവർത്തി. സുമ്മ ദഖൽന അൽ മസ്ജിദ, ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു. വസല്ലൈന റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിച്ചു. തഹിയ്യത്തൽ ലിൽ മസ്ജിദി, പള്ളിയോട് ആദര സൂചകമായി. ഖറഅന സൂറത്ത് സ്വാദ്, ഞങ്ങൾ സ്വാദ് സൂറത്ത് ഓതി. ഫലമ്മ ഖറഅന, ഞങ്ങൾ ഓതിയപ്പോൾ വഖറ റാക്കിയ വ അനാബ്, അങ്ങനെ ഒരായത്തുണ്ട്. വഖറ റാക്കിയ വ അനാബ് എന്നുള്ള ഒരായത്തുണ്ട്. ആ ആയത്ത് ഓതിയ സമയത്ത് സജദന, ഞങ്ങൾ എന്ത് ചെയ്തു, സുജൂദ് ചെയ്തു. സാജിദത്തെ ശുക്രൻ ഇല്ല, ഞങ്ങൾ സജദയുടെ സുജൂദ് ചെയ്തു. സജദന, ഞങ്ങൾ സുജൂദ് ചെയ്തു. സജിദത്തൻ, ഒരു സുജൂദ്. ശുക്രനില്ല, അള്ളാഹുവിന് ശുക്രായിട്ട്, അതായത് ശുക്രിൻ്റെ സുജൂദ് ഞങ്ങൾ ചെയ്തു. ഖറ റാക്കിയൻ വാനാബ് എന്നുള്ള ആയത്ത് ഓതിയ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ശുക്രിൻ്റെ സുജൂദ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഒരു കാര്യമായിട്ടുള്ളത്. ഇനി അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നറാഫി ഹാദ് ദർസി കലിമത്തം മുലവന ഇജ്ലാൽ, നമ്മൾ ഒരുപാട് കളർ നൽകിയ വാക്കുകൾ കാണുന്നു അല്ലേ. ഇജ്ലാൽ, റഗ്ബത്ത്, ഖൗഫ്, തഹിയ്യത്ത്, ശുക്ർ, ഇതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. എന്താണ് ഇജ്ലാലൻ, റഗ്ബത്തൻ, ഖൗഫൻ, തഹിയ്യത്തൻ, ശുക്രൻ, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ എന്താണ്, കുല്ലുഹ മസാദിറുൻ, എല്ലാം മസ്ദറുകളാണ്, എല്ലാം മസ്ദറുകളാണ്. തുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലില്ലദീ ഖബ്ലഹ, തുബയ്യിനു, അവ വിശദീകരിക്കുന്നു. സബബ വുഖൂഇൽ ഫിഅലി, സംഭവിച്ച ഫിഅലിൻ്റെ കാരണത്തെ വിശദീകരിക്കുന്നു. അല്ലദീ ഖബ്ലഹ, ആ ഒരു സംഗതികൾ, ആ ഒരു ഇതുണ്ടല്ലോ, ഈ സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ മുമ്പ് ഒരു ഫിഅല് നടന്നിട്ടുണ്ട്. ആ നടന്ന ഫിഅല് എന്ത് കാരണത്തെ, എന്താണ് ആ ഫിഅല് നടക്കാൻ കാരണം എന്നതിനെ വിശദീകരിക്കുന്ന മസ്ദറുകൾക്കാണ് എന്ത് പറയുക, അതൊക്കെ അത്തരം മസ്ദറുകളാണ്. വയുഖാലു ലഹ, അവർക്ക് പറയും മഫ്ഊലു ലഹു എന്ന് പറയും. അപ്പം ഒരു ഫിഅൽ ഉണ്ടാവും, ആ ഫിഅൽ സംഭവിച്ചതിൻ്റെ കാരണത്തെ വിശദീകരിക്കുന്ന മസ്ദറുകൾക്ക് മഫ്ഊൽ ലഹു എന്ന് പറയും. ഫൽ മഫ്ഊൽ ലഹു, അപ്പോൾ മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താ, മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലില്ലദീ ഖബ്ലഹു. അപ്പോൾ എന്താണ്, സബബ വുഖൂഇൽ ഫിഅലില്ലദീ ഖബ്ലഹു കേട്ടോ, അത് അതിനാണ് മസ്ദർ എന്താ മഫ്ഊൽ ലഹു എന്ന് പറയാം. അപ്പോൾ എന്താണ് മഫ്ഊൽ ലഹു എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യമാണ് നമുക്ക് എഴുതേണ്ടത്. ഇത് നമ്മൾ കാണാതെ പഠിക്കണം കേട്ടോ. ഫൽ മഫ്ഊൽ ലഹു ഇവിടുന്നാണ് എഴുതിയാൽ മതി. മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലില്ലദീ ഖബ്ലഹു വഹുവ മൻസൂബുൻ. അത് എന്താണ്, നേരത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ ഇഅ്റാബ് എന്തായിരിക്കും, നസ്ബായിരിക്കും. എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ എന്തായിരിക്കും, ഒന്നുകിൽ ഫത്ഹ എന്തായിരിക്കും, ഒന്നുകിൽ ഫത്ഹ തൻവീനായിരിക്കും, അല്ലെങ്കിൽ ഫത്ഹ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ ലൻ, ഇജ്ലാലൻ, റഗ്ബത്തൻ, ഖൗഫൻ, തഹിയ്യത്തൻ, ശുക്രൻ എന്നൊക്കെ ഉള്ളിടത്ത് ഫത്ഹ തൻവീൻ എന്നിട്ടുണ്ട്. അപ്പോൾ അത് നസ്ബാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് വഹുവ മൻസൂബുൻ, അത് നസ്ബാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഅ്റാബ് നസ്ബാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. മഫ്ഊലുകളൊക്കെ നസ്ബായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞത്,
അത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ബൈത്ത് രൂപത്തിൽ പറയണതാണ് അടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ആ ബൈത്ത് അതേ രൂപത്തിൽ കാണാതെ പഠിച്ചു വെക്കൽ വളരെ പ്രധാനമാണ്. യുൻസാബു മഫ്ഊലൻ ലഹുൽ മസ്ദറു ഇൻ അബാന തഅലീലൻ കജുദ് ശുക്രൻ വദിൻ. അങ്ങനെ കാരണം വ്യക്തമാക്കാൻ വരുന്ന മസ്ദറുകൾക്ക് എന്ത് പറയും? മഫ്ഊൽ ലഹു എന്ന് പറയുമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് അതേ രൂപത്തിൽ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതാണ് പാഠത്തിലുള്ളത്. പാഠം നമ്മൾ നല്ല രൂപത്തിൽ ഒരുപാട് പ്രാവശ്യം അർത്ഥം വെച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനുണ്ട്. കാരണം പാഠത്തിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അതേ രൂപത്തിൽ അറബി ആക്കാനോ അല്ലെങ്കിൽ മലയാളമാക്കാനോ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മളതിൻ്റെ തദ്രീബാത്തിൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ആ തദ്രീബാത്ത് ആദ്യം തന്നെ വന്നത് എന്താണ്? നുലാഹിദുൽ അംസിലത്തലിൽ മഫ്ഊൽ ലഹു. മഫ്ഊൽ ലഹുവിന് വന്ന ചില ഉദാഹരണങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. എന്താണ്? ലറബൽ വാലിദു വലദഹു തഅദീബൻ. ലറബൽ വാലിദു പിതാവ് അടിച്ചു, വലദഹു തഅദീബൻ പിതാവ് മകനെ അടിച്ചു. എന്തിനു വേണ്ടി അടിച്ചത്? തഅദീബൻ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി, അദബ് പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു. അപ്പോൾ അടിച്ചു എന്നതിൻ്റെ കാരണം അവിടെ വിശദീകരിച്ചു അല്ലേ? തഅദീബൻ എന്ന് വിശദീകരിച്ചു. മര്യാദ പഠിപ്പിക്കാൻ പിതാവ് മകനെ അടിച്ചു. അപ്പോൾ തഅദീബൻ എന്നുള്ള ഈ സാധനം എന്താണ്? നമ്മളെ എന്താണ്? മഫ്ഊൽ ലഹു ആണ് കേട്ടോ. മഫ്ഊൽ ലഹു ആണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്ത എന്താണ്? ഹറബ സാഹിറു മിനൽ ഗാബത്തി ഖൗഫൻ മിനൽ ബുഹൂഷ് അല്ലേ? ഹറബ സാഹിറു. സാഹിർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ സന്ദർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ. വന്യമൃഗങ്ങളെ ഭയന്നതിനാൽ സന്ദർശകർ കാട്ടിൽ നിന്ന് ഓടി. എന്താണ്? ഹറബ സാഹിറു മിനൽ ഗാബത്തി കാട്ടിൽ നിന്ന്, ഖൗഫൻ മിനൽ ബുഹൂഷ് വന്യമൃഗങ്ങളെ ഭയന്നതിനാൽ. ഖൗഫൻ എന്നുള്ളത് എന്താണ്? അവിടെ മസ്ദറാണ്, അതുപോലെ തന്നെ മഫ്ഊൽ ലഹു ആണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ യുസാഇദുൽ ഗനിയു അൽ മഹ്റൂമ ഹുബ്ബൻ ലില്ലാ. യുസാഇദുൽ ഗനിയു ധനികൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അൽ മഹ്റൂമ ആരെ? ഉപജീവനമാർഗമൊന്നും ഇല്ലാത്ത ആളുകളെ സഹായിക്കുന്നു. ഹുബ്ബൻ ലില്ലാ അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ധനികർ ഉപജീവനമില്ലാത്തവരെ സഹായിച്ചു. യജ്അലൂന അസ്വാബിഅഹും ഫി ഹാദാനിഹിം ഹദറൽ മൗത്ത് അല്ലേ? മരണഭയത്താൽ ചെവികളിൽ വിരലുകൾ തിരുകയാണ് അവർ. അപ്പം മരണഭയത്താൽ എന്ത് ചെയ്യുന്നു? അവർ ചെവികളിൽ എന്ത് ചെയ്യുന്നു? വിരലുകൾ വെക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞത് എന്താണ്? ഓരോ സംഭവം ഇവിടെ ഇദീബ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഖൗഫൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹുബ്ബൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിന് മുമ്പുള്ള ഒരു പ്രവൃത്തിയുടെ കാരണം. അപ്പോൾ ഇവിടെ എന്താണ്? ദറബ അടിച്ചു. എന്തിനാണ് അടിച്ചത്? അദബ് പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു. ഹറബ ഓടി. എന്തിനാ ഓടിയത്? ഭയത്താൽ ഓടി. യുസായിദ് സഹായിച്ചു. എന്തിനാ സഹായിച്ചത്? ഹുബ്ബൻ അള്ളാഹുവിനോടുള്ള തൃപ്തിക്ക് വേണ്ടിയില്ലേ? ആ ഒരു തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പം മുമ്പുള്ള ഒരു പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കാൻ വരുന്ന മസ്ദറുകൾക്ക് എന്ത് പറയും? മഫ്ഊൽ ലഹു എന്ന് പറയും എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയി നോക്കാം. എന്താണ്? നുക്കമ്മിലു ബിൽ മഫ്ഊൽ ലഹു അൽ മുനാസിബ്. യോജിച്ച മഫ്ഊൽ ലഹു വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പൂർത്തിയാക്കാം. എന്താണ്? അഹ്ദൈതു ഇലാ ഉസ്താദി ജായിസത്തൻ. അഹ്ദൈതു ഞാൻ എന്ത് ചെയ്തു? ഹദിയ നൽകി, സമ്മാനം നൽകി. ഇലാ ഉസ്താദി എൻ്റെ ഉസ്താദിലേക്ക്, ജായിസത്തൻ സമ്മാനം നൽകി എന്നുള്ളതാണ്. എന്ത്? പിന്നെ ലഹു എന്ത് കാരണത്താൽ എന്നുള്ളതാണ്. ഇക്റാമൻ ഖൗഫൻ ഇക്റാമുൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക. അതിൽ നമുക്ക് ഇവിടെ ഇനി മഫ്ഊൽ ലഹു ആണ് കൊടുക്കാനുള്ളത്. അതിനെന്തായാലും നെസ്ബാണ് ഉണ്ടാവുക. അപ്പം അവസാനത്തിൽ ഫത്തഹ് വേണം, അല്ലെങ്കിൽ ഫത്തഹിൻ്റെ തൻവീൻ വേണം. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു അല്ലേ? പിന്നെ ഉസ്താദിന് സമ്മാനം കൊടുക്കുന്നത് ഇക്റാമൻ ആദരവിന് വേണ്ടി, ഖൗഫൻ ഭയത്താൽ അല്ലേ? ആരെയും ഭയപ്പെട്ടുകൊണ്ട് സമ്മാനം കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇക്റാമൻ ലഹു എന്നുണ്ട്, ആദരവിന് വേണ്ടി കേട്ടോ. ഹുദൈതു ഇലാ ഉസ്താദി ജായിസത്തൻ ലഹു. ഉസ്താദിനെ ഒന്ന് ഉസ്താദിനോടുള്ള ആദരവിനാൽ കേട്ടോ. ഉസ്താദിനോടുള്ള ആദരവിനാൽ ഞാൻ ഉസ്താദിനോട് സമ്മാനം നൽകി. അടുത്ത വായിച്ചു നോക്കുക. സുർത്തുൽ ഖബറ ഷരീഫ. ഖബർ ഷരീഫ് ഞാൻ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഞാൻ എന്ത് ചെയ്തു? സന്ദർശിച്ചു. എന്തിനാണ് സന്ദർശിക്കുന്നത്? എന്താണ്? റഗ്ബത്തുണ്ട്, ഹുബ്ബുണ്ട്, ഹുബ്ബിൻ എന്നുണ്ട്. നമുക്ക് 100% ഉറപ്പാണ് ഇതല്ല, ഹുബ്ബിൻ എന്ന് വരില്ല അല്ലേ? അതായത് ഫത്തഹ് തൻവീനോ ഇതൊക്കെ വരണം അല്ലേ? അപ്പോൾ സുർതു ഖബറ ഷരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഹുബ്ബൻ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കാരണമാണ് നമ്മളതിനോട്. അപ്പോൾ ഹുബ്ബൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ.
പിന്നെ അടുത്തത് എന്താണ്? സ്വല്ലൈന റക്അത്തൈനി, നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചു. ഡാഷ് ലില്ല, അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചു. എന്താണ് അതിനോട് പറഞ്ഞത്? തഹിയ്യത്തിൻ എന്നുണ്ട്, ശുക്രൻ എന്നുണ്ട്, ഖൗഫൻ എന്നുണ്ട്. നമ്മളെന്താ ചെയ്യണത്? തഹിയ്യത്തിൻ എന്നായതുകൊണ്ട് എന്തായാലും അത് പറ്റില്ല, ഇവിടെ കസ്റാണ്. ശുക്രൻ എന്നും പറ്റും. ഖൗഫൻ എന്നുള്ളത് ഭയത്തിനല്ല, നമുക്ക് എപ്പോഴും അള്ളാഹുവിനെ നിസ്കരിക്കുന്നത് എന്താണ്? അള്ളാഹുവിനോടുള്ള ശുക്രില്ലേ, നന്ദിക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ശുക്രൻ ലില്ല എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? ഇവിടെ എത്തിയിട്ടോ, അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ യുരീക്കുമുൽ ബറക്ക ഡാഷ്, എന്താണ് യുരീക്കുമുൽ ബറക്ക? എന്താണ്? പിന്നെ മിന്നൽ പിണർ നിങ്ങൾക്ക് കാണിക്കില്ല. യുരീക്കും കാണിക്കുമ്പോൾ ബറക്ക മിന്നലിനെ, എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് കാണിച്ചു തരാൻ കാരണം എന്താ? ഖൗഫൻ വ തൊമഅന്നുണ്ട്, ഖൗഫുൻ വ തൊമഅന്നുണ്ട്, ഖൗഫിൻ വ തൊമഇൻ എന്നുണ്ട്. ആ ഖൗഫുൻ എന്നുള്ളത് എന്തായാലും പറ്റില്ല, ഖൗഫിൻ എന്നുള്ളതും പറ്റില്ല, നമുക്ക് അറിയാമല്ലേ. ഖൗഫൻ വ തൊമഅല്ലേ, യുരീക്കുമുൽ ബറക്ക ഖൗഫൻ വ തൊമഅൻ എന്നാണ് കേട്ടോ. ഇത് രണ്ടും എന്താ പറ്റാത്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ ഖൗഫുൻ എന്നുള്ളത്, ഇവിടെ ഖൗഫിൻ എന്നുള്ളത്, അതുകൊണ്ട് തന്നെ അത് രണ്ടും പറ്റില്ല കേട്ടോ. എന്താണ്? ആശയവും ആശങ്കയുമായി മിന്നൽ പിണർ നിങ്ങൾക്ക് അവൻ കാണിക്കുന്നു. അപ്പം എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് മിന്നൽ പിണർ കാണിക്കുന്നത് എന്നുള്ളത് പറയാം കേട്ടോ. പിന്നെ അടുത്തത് യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം, യജ്അലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം, യജ്അലൂന അസ്വാബിഅഹും അവരുടെ വിരലുകൾ അവരാക്കുന്നു, ഫീ ആദാനിഹിം അവരുടെ ചെവികളിൽ, ഡാഷൽ മൗത്തി, എന്ത് മൗത്തി? എന്താണ് അവിടെ വേണ്ടത്? ഹെദറ, ഹെദരി, ഹെദറുൻ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഹെദറി എന്നും പറ്റില്ല, ഹെദറുൻ എന്നും പറ്റില്ല, ഹെദറ എന്ന് തന്നെ പറ്റുള്ളൂ. ഹെദറൽ മൗത്ത് അല്ലേ, ഹെദറൽ മൗത്ത് എന്നുള്ളതാണ് ഇവിടെ അർത്ഥം കൊടുത്ത് വേറെ മാറിപ്പോയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ നോട്ട്സിൽ അതിൻ്റെ അർത്ഥം ഉണ്ടാവും കേട്ടോ. അപ്പം എന്താണ്? അവർ മരണഭയത്താൽ എന്ത് ചെയ്യുന്നു? ചെവികളിൽ എന്ത് ചെയ്യുന്നു? അവരുടെ വിരലുകളിനെ തിരികെ വെക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ആ രൂപത്തിൽ നമ്മൾ ഉദാഹരണങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ശരിക്കും പഠിക്കുക. കാരണം അത് ഉദാഹരണം എന്നുള്ള ആൾക്കല്ല, അതിൻ്റെ അറബി തന്നിട്ട് മലയാളം എഴുതാണ്ടാവും, അല്ലെങ്കിൽ മലയാളം തന്നിട്ട് അറബി എഴുതാണ്ടാവും, അല്ലെങ്കിൽ അതിലെ ഭാഗങ്ങൾ പൂരിപ്പിക്കാനും പല രൂപത്തിലും ചോദിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ വേറെ ചോദ്യമുള്ളത്, ആ ഒരു ആക്ടിവിറ്റി ഉള്ളത് അറബി ആക്കാനാണ്. എന്തൊക്കെയാണ്? സുഹൃത്തിന് നന്ദിയായി ഞാനൊരു വാച്ച് സമ്മാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ്? അഹ്ദൈത്തു ഇലാ സ്വദീഖി സാഅത്തൻ ശുക്രൻ ലഹു എന്നുള്ളതാണ്. അഹ്ദൈത്തു ഇലാ സ്വദീഖി, ഞാൻ എൻ്റെ കൂട്ടുകാരനിക്ക് സമ്മാനമായിട്ട് നൽകി, സാഅത്തൻ ഒരു വാച്ച്, ശുക്രൻ ലഹു അദ്ദേഹത്തിനോടുള്ള നന്ദി കാരണത്താൽ കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? പൂച്ചയെ പേടിച്ചത് കൊണ്ട് എലി മാളത്തിൽ ഒളിച്ചു എന്നുള്ളതാണ്. പൂച്ചയ്ക്ക് എന്താ നമ്മൾ ഹിറത്ത് എന്നാണ് പറയുക അല്ലേ, എലിക്ക് എന്താ പറയുക? ഫഹ്റത്ത് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇഖ്തഫൽ ഫഹ്റു ഫിൽ ഹുജ്രി ഖൗഫൻ മിനൽ ഹിറത്തി, പൂച്ചയെ ഭയന്ന കാരണത്താൽ എലി എന്ത് ചെയ്തു? മാളത്തിൽ ഒളിച്ചു കേട്ടോ. വേറുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സത്യവിശ്വാസി നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. യുസല്ലിൽ മുഅ്മിനു ഇഹ്തിസാബൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? സത്യവിശ്വാസി നിസ്കരിക്കുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ പ്രവൃത്തി എന്നുള്ളത് വന്നുണ്ടോ? ഇവിടെ ഇപ്പം സ്വദീഖ് ലേവൻ്റെ പ്രവൃത്തി, ആ സമ്മാനം കൊടുക്കാനുള്ള പ്രവൃത്തി എന്തിനാണ്? അത് നന്ദി സൂചകം, നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. ഒളിക്കുക എന്നുള്ളത് എന്താണ്? പേടി കാരണത്താലാണ്. നിസ്കരിക്കാനുള്ളത് എന്താണ്? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പം എന്താണ് പ്രവൃത്തി? ആ പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കാൻ വേണ്ടി വരുന്ന ഇത്തരം സാധനങ്ങൾക്കാണ് എന്ത് പറയുക? മഫ്ഊൽ ലഹു എന്ന് പറയാം. പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് അതിനൊക്കെ നസ്ബായിരിക്കും ഉണ്ടാവുക. അപ്പം അവസാനത്തിൽ ഒന്നെങ്കിൽ ഫത്തഹ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫത്തഹ് തൻവീൻ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാകുന്നതിനാണ് നസ്ബ് എന്ന് പറയുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ടുള്ള ആക്ടിവിറ്റി നുതർജിമു എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഭാഷപ്പെടുത്താനാണ്. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ അറബി മലയാളത്തിലാണ് എഴുതേണ്ടി വരും കേട്ടോ. എന്താണ്? മാ ലഅബത് ത്വിഫ്ലു ഫീ സാഹിലിൽ ബഹരി ഖൗഫൻ മിനൽ മൗജി, തിരമാലയെ ഭയന്ന് കുട്ടി കടൽ തീരത്ത് കളിച്ചില്ല. കുട്ടി കടൽ തീരത്ത് കളിക്കാതിരിക്കാൻ കാരണം എന്താ? തിരമാലയെ ഭയന്നത് കൊണ്ടാണ്. അപ്പോൾ ഭയന്നത് കൊണ്ടാണ്, ഖൗഫാണ് കാരണം. പ്രവൃത്തി എന്താ? കളിച്ചില്ല എന്നുള്ളതാണ്. എന്തോ കാരണത്താൽ കളിക്കാതിരിക്കാൻ കാരണം ഖൗഫ് അല്ലേ. പിന്നെ അടുത്ത് കാമൽ ഹാദിറൂന, എന്ത് ചെയ്യുന്നു? ഹാദിറൂന ഇക്രാമൽ ലിൽ വസീരി, മന്ത്രിയെ ബഹുമാനിച്ചുകൊണ്ട് ഹാജറുള്ള ആളുകളൊക്കെ എഴുന്നേറ്റു. അവിടെ ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? എഴുന്നേറ്റു നിന്നു. ഇപ്പോൾ എഴുന്നേറ്റു നിന്നു എന്നുള്ളതാണ് ഇവിടെ പ്രവൃത്തി. കാമ എഴുന്നേറ്റ് നിന്നു. എന്ത് കാരണത്താലാണ്? ആദര സൂചകമായിട്ട് അല്ലേ, ബഹുമാനം കാരണത്താൽ.
ഇപ്പം നേരത്തെ നടന്ന പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കാൻ വേണ്ടി വന്നതാണ് അതൊക്കെ കേട്ടോ. ഔലമൽ അറൂസു ഹുബ്ബല്ലി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലെ ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്തു? മണവാളൻ വിവാഹസദ്യ നൽകി. പിന്നെ നബിചര്യയോടുള്ള ഇഷ്ടം കാരണത്താൽ മണവാളൻ വിവാഹസദ്യ നൽകി. അപ്പോൾ വിവാഹസദ്യ നൽകി എന്നുള്ളതാണ് ഇവിടെ പ്രവൃത്തി. അതിന് കാരണം എന്താണ്? ഹുബ്ബ്, സ്നേഹമാണ് കാരണം കേട്ടോ. അപ്പോൾ ഈ സ്നേഹം കാരണത്താൽ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഒരു പ്രവൃത്തി, ഇവിടെ പ്രവൃത്തി നടന്നതിൻ്റെ കാരണം എന്താണ്? ഹുബ്ബാണ് കാരണമെന്ന് വിശദീകരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തിയുടെ കാരണത്തെ വിശദീകരിക്കാൻ വേണ്ടി വരുന്ന എന്ത് ചെയ്യുന്നു? ഇത്തരം മസ്ദറുകൾക്ക് മഫ്ഊൽ ലഹു എന്ന് പറയും എന്നുള്ളതാണ് കേട്ടോ. മഫ്ഊൽ ലഹു എന്ന് പറയും. അതാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. പാഠത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങളാണ് എപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. അത് അതേ രൂപത്തിൽ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ശരിക്കും അർത്ഥം വെച്ച് പഠിക്കണം. അതുപോലെ തന്നെ മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്, മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിന് മൻസൂബാണെന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഓരോ പാഠത്തിലെയും ബൈത്തുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാഹ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ.